സാറേ, ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. കാരണം ഇന്നാണ് ബംഗ്ലാദേശ് രൂപീകൃതമായ ദിവസം. 1971 ഒരു യുദ്ധം നടന്നല്ലോ. ആ യുദ്ധത്തിലാണ് ഇന്ത്യ പാകിസ്ഥാൻ സൈനികരെ അവിടെ നിന്നും തുരത്തി ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം വാങ്ങിച്ചു കൊടുക്കുന്ന ദിവസം. അതാണ് ഇന്നത്തെ ദിവസമായി ആചരിക്കുന്നത്. പക്ഷേ ഇന്ത്യ നൽകിയ സ്വാതന്ത്ര്യം ഇപ്പോൾ ഇന്ത്യക്കെതിരായി ഉപയോഗിക്കുന്നു. ന്യൂനപക്ഷങ്ങൾക്കെതിരായാണ് ബംഗ്ലാദേശ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ എങ്ങനെ നോക്കിക്കാണുന്നു? ശരി പറഞ്ഞാൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഒരു 2000 വർഷത്തെ എങ്കിലും അധിനിവേശം വന്നിട്ടുള്ള രാജ്യമാണ്. വിദേശ രാജ്യങ്ങളൊക്കെ വന്ന് ഇവിടെ അധിനിവേശം നടത്തിയ രാജ്യമാണ്. ബ്രിട്ടീഷുകാർ വന്നിരുന്നു, ഡച്ചുകാർ വന്നു, പോർച്ചുഗീസുകാർ വന്നു, പിന്നെ അങ്ങനെ മുഗളന്മാർ വന്നു, അറബികൾ വന്നു, അങ്ങനെ ഒരുപാട് ആളുകൾ മുസ്ലിം ഒരുപാട് ഇൻവേഷൻ നടന്നിട്ടുള്ള രാജ്യം. അപ്പോൾ അതിനെല്ലാം സമാധാനത്തോടുകൂടി സ്വീകരിക്കുകയും ഒരുപാട് പരുക്കമൊക്കെ പറ്റിയിട്ടുണ്ട്, പല രൂപത്തിൽ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്പോൾ അങ്ങനെ പരുക്ക പറ്റുമ്പോഴും നമ്മൾ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ളൊരു സ്വാതന്ത്ര്യവും ജനാധിപത്യത്തിലും വിശ്വസിക്കുന്ന ഒരു സമൂഹമാണ് എപ്പോഴും. നമ്മുടെ സ്വാതന്ത്ര്യം മാത്രമല്ല, മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെ നമ്മൾ മാനിക്കുന്നവരാണ്. അതുകൊണ്ടാണ് 1971 ഇതേ ദിവസം ഡിസംബർ 16 നമ്മൾ പിന്നെ ഈ പറയുന്ന പാകിസ്ഥാനുമായിട്ടുള്ള അടി നടന്നിട്ടും പാകിസ്ഥാനെ നമ്മൾ കൈകാര്യം ചെയ്തുകൊണ്ട് ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം വാങ്ങിച്ചു കൊടുത്തത്. അപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ നമ്മൾ വിജയ് ദിവസം ആഘോഷിക്കുന്നുണ്ട് നമ്മുടെ സൈന്യം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 71 സംഭവിച്ചു. ഇപ്പോൾ 2024 ഒരു 50 വർഷത്തെ അല്ലെങ്കിൽ 60 വർഷത്തെ സമയം കൊണ്ട് നമ്മുടെ ശത്രുവായി പോലെയാണ് ഇപ്പോൾ അവർ പെരുമാറുന്നത്, ബംഗ്ലാദേശ് പെരുമാറുന്നത്. അവിടുത്തെ ന്യൂനപക്ഷങ്ങളെയൊക്കെ അവരിപ്പോൾ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്പലങ്ങൾ ഉപദ്രവിക്കുക, ന്യൂനപക്ഷങ്ങളുടെ ഇസ്കോൺ ഉപദ്രവിക്കുക, അല്ലെങ്കിൽ അവിടുത്തെ പശുക്കളെ കൊല്ലുക, സന്യാസികളെ അറസ്റ്റ് ചെയ്യുക, സന്യാസികളെ മറ്റവർ ഉപദ്രവിക്കുക, ഹിന്ദു സ്ത്രീകളെ കൊല്ലുക, ഹിന്ദു കുട്ടികളെ കൊല്ലുക. വളരെ നമുക്കൊരിക്കലും സങ്കല്പിക്കാൻ കഴിയാത്ത രീതിയിലാണ് അവിടുത്തെ ന്യൂനപക്ഷത്തിന് എന്തിനാണ് ചെയ്യുന്നതെന്നറിയില്ല. ന്യൂനപക്ഷം എന്തെങ്കിലും കയറി ഭൂരിപക്ഷത്തിൻ്റെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ കയറി ഒരു പള്ളിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി ആക്രമിച്ചതിൻ്റെ പ്രത്യാഘാതമാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. മാത്രമല്ല തിരിച്ചടി ഉണ്ടാവുന്നുമില്ല. ഇത് ന്യൂനപക്ഷത്തെ തല്ലുമ്പോൾ ന്യൂനപക്ഷവും അതുപോലെ നിന്ന് തിരിച്ചടിക്കുകയാണെങ്കിൽ ഇത് തല്ല് കൊള്ളുന്ന മാത്രമാണ് അവിടെ നടക്കുന്നത്, അല്ലെങ്കിൽ കൊലപാതകം മാത്രമാണ്. വൺ സൈഡാണ് ഈ ആക്രമണം, രണ്ടാമതൊരു വശത്തില്ല, അങ്ങോട്ടില്ല. അപ്പോൾ ഒരു സൈഡ് നടക്കുന്ന ഈ ആക്രമണത്തിൽ ഉന്മൂലനമാണോ ലക്ഷ്യം? അദ്ദേഹത്തിൻ്റെ പേരെന്താ, നമ്മുടെ മുഹമ്മദ് യൂനൂസിൻ്റെ ലക്ഷ്യം എന്താണ്? കാവൽ മന്ത്രിസഭയെ മുഴുവൻ മന്ത്രിസഭയാക്കി മാറ്റാനുള്ള ജനങ്ങളുടെ വോട്ട്, മുസ്ലിംസിൻ്റെ ഭൂരിപക്ഷത്തിൻ്റെ വോട്ട് പിടിക്കാനാണോ? അവിടെ 20-25% ഉണ്ടായിരുന്നു ന്യൂനപക്ഷം. അപ്പോൾ കുറഞ്ഞ് 10-15%, 8%, 10 താഴെയായി, 8%. അപ്പോൾ ഇനിയും അവരെ എന്ത് ചെയ്യാനാണ്? കുറേ പേരെ കൺവെർട്ട് ചെയ്യാൻ പറയുന്നു. പിന്നെ ഹിന്ദു ഓഫീസർമാരെ പിരിച്ചുവിടുന്നു, ഹിന്ദു ഓഫീസർമാരെ കൊണ്ടുപോയി ഹിന്ദു കുട്ടികളെ കൊണ്ടുപോയി സുന്നത്ത് ചെയ്യാൻ കേന്ദ്രങ്ങളിൽ എത്തിക്കുന്നു, സ്ത്രീകളെ ഉപദ്രവിക്കുന്നു, സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നു. എന്താണ് സംഭവിക്കുന്നത് ഒരു രാജ്യത്ത്? അവിടെ ഭരണകൂടവും പട്ടാളവും സംവിധാനമുള്ള രാജ്യമല്ലേ? അതാ നമ്മുടെ അയൽ രാജ്യമാണ്. ആലോചിച്ച് നോക്കും, നമ്മളെയും കൂടി സഹായത്താൽ, ഭാരതത്തിൻ്റെ സഹായത്താൽ സ്വാതന്ത്ര്യം വാങ്ങിയ രാജ്യം സ്വാഭാവികമായിട്ടും അവിടുത്തെ ന്യൂനപക്ഷങ്ങളെയും ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും എല്ലാവരെയും സമഭാവനയോടുകൂടി കൊണ്ടുപോകണ്ടേ? ഇനി സമഭാവന ഇല്ലെങ്കിലും ഒരു രണ്ടാം പൗരന്മാരായിട്ടെങ്കിലും കൊണ്ടുപോകണ്ടേ? ശരി, മറ്റുള്ളവർക്ക് കൂടുതൽ ആനുകൂല്യം കൊടുക്കുന്നു, സർക്കാർ ആനുകൂല്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടാവാം, അങ്ങനെ ചിന്തിക്കുക. ഇവർ കുറച്ച് ആനുകൂല്യം എന്നാൽ ഇതിപ്പോൾ സംഭവിക്കുന്നതാണ് ആ മണ്ണിൽ ജീവിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ഇവരെ മാറ്റി തീർക്കുകയാണ്. അതൊരു സുഖകരമായ കാര്യമല്ല. നമ്മൾ ഈ പറഞ്ഞ പോലെ ഇവിടെ നിന്ന് ആലോചിക്കുമ്പോൾ നമുക്കിപ്പോൾ ഒരു ആക്സിഡൻ്റ് ഉണ്ടായപ്പോൾ, ചൂരൽമലയിൽ കുറച്ച് പേര് മരിച്ചപ്പോൾ, അല്ലെങ്കിൽ ഇന്നലെ കോന്നിയിലൊരു അത്ര ചെറിയ മരണങ്ങളെപ്പോലും നമ്മളെ വളരെ വൈകാരികമായി ഇടപെടുകയാണ്. നമുക്ക് തോന്നുകയാണ് നമ്മുടെ വീട്ടിൽ സംഭവിക്കുന്നതാണ്. അപ്പോഴാണ് ആയിരക്കണക്കിന് ആളുകളെ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകളെ യാതൊരു തെറ്റും ചെയ്യാതെ, അവരൊരു തെറ്റും ചെയ്തിട്ടില്ല, അവർ ആകെപ്പാടെ ചെയ്ത തെറ്റെന്ന് പറയുന്നത് ഹിന്ദു സമുദായത്തിൽ അല്ലെങ്കിൽ ന്യൂനപക്ഷ മതങ്ങളിൽ ജനിച്ചുപോയി. അത് അവരുടെ കുറ്റമല്ലല്ലോ. ആ ജനിച്ച ഒരു കുഞ്ഞ് ഇപ്പം മുതിർന്നവരാണെങ്കിലും ഒരു കുഞ്ഞായിട്ടാണല്ലോ മുതിർന്നത്. ആ കുഞ്ഞായിരുന്നപ്പോൾ അവരുടെ കുറ്റം കൊണ്ടല്ലല്ലോ അവരൊരു മതത്തിൽ വന്നോ അല്ലെങ്കിൽ ഒരു ന്യൂനപക്ഷത്തിൽ വന്ന് ജനിക്കുന്ന അവരുടെ കുറ്റം കൊണ്ടല്ല. തൻ്റേതല്ലാത്ത കുറ്റം കൊണ്ട് വരുന്ന ഒരു കാര്യത്തിന് എന്തിനാണ് ഈ ജനങ്ങളെ ഇങ്ങനെ ശിക്ഷിക്കുന്നത്? വളരെ ഗൗരവമായി ഐക്യരാഷ്ട്രസഭയും മനുഷ്യാവകാശ കമ്മീഷനും ഇൻ്റർനാഷണൽ തലത്തിൽ, അന്താരാഷ്ട്ര തലത്തിൽ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. എല്ലാ യുദ്ധങ്ങളുണ്ടാകും നമുക്ക് മനസ്സിലാവും, രാജ്യങ്ങൾ തമ്മിൽ യുദ്ധങ്ങൾ മനസ്സിലാവും. ഇത് യുദ്ധവും അല്ലല്ലോ. അതിനും യുദ്ധങ്ങളെ നമ്മൾ ന്യായീകരിക്കുകയല്ല, ഞാനൊന്ന് യുദ്ധത്തിൽ ന്യായീകരിക്കും. പക്ഷേ അതിനകത്ത് ഒരു നീതി ഉണ്ടല്ലോ. മല്ലന്മാർ തമ്മിൽ അടികൂടുന്നതിന് ഒരു നീതിയുണ്ട്. ഒരു മല്ലന്മാർ തമ്മിൽ തുല്യ ശക്തികൾ തമ്മിൽ അടിക്കുന്നതിനും കേട്ടാലൊരു നൈതികതയൊക്കെ പറയാം നമുക്ക്. പക്ഷേ ഇതെന്താണ്? ഒരു രാജ്യത്തെ ന്യൂനപക്ഷം വരുന്ന കുറച്ച് ആളുകൾ അവരവിടെ പോയി, പിന്നെ എന്താണ്, ഇന്ത്യ പാകിസ്ഥാൻ വിഭജനമൊക്കെ വന്നപ്പോൾ
ആ ഭാഗത്തായിപ്പോയവരാണ്. പിന്നെ ബംഗ്ലാദേശായി മാറുമ്പോൾ ആ രാജ്യത്തായിപ്പോയതാണ്. അല്ലാതെ മനഃപൂർവ്വം അവർ ഇങ്ങനെ ഒരു സംഭവം വരുമെന്ന് പറഞ്ഞാൽ പഴയ തലമുറ അങ്ങോട്ട് പോകില്ലല്ലോ, ഒരിക്കലും പോകില്ല. പക്ഷേ ഇത് പോയി, അവിടെ ആയിപ്പോയി, ട്രാപ്പ് ചെയ്ത ഒരു ജനതയാണ് അവിടെ ആയിപ്പോയി. ആ ജനതയിൽ വരുന്ന കുട്ടികൾ അവരെ എന്ത് തെറ്റ് ചെയ്തു? അപ്പോൾ അത് അന്താരാഷ്ട്ര തലത്തിൽ ആംനസ്റ്റി ഓർഗനൈസേഷനും അന്താരാഷ്ട്ര സംഘടനകളും ഐക്യരാഷ്ട്രസഭയൊക്കെ ഇടപെടേണ്ട സമയമായി. ഈ ന്യൂനപക്ഷങ്ങളെ ഇങ്ങനെ ഇട്ട് കൊല്ലുന്നു, യാതൊരു തെറ്റും ചെയ്യാത്ത, യാതൊരു പ്രകോപനവും കാണിക്കാത്ത, ഒരു മുസ്ലിം ആരാധനാലയോ മുസ്ലിംസിനെയോ ഒന്നും ഉപദ്രവിക്കാത്ത, അല്ലെങ്കിൽ അവരുടെ ഭരണകൂടത്തിന് ശല്യം ചെയ്യാത്ത, ഒരു സമരം പോലും ചെയ്യാത്ത സാധാരണ ആളുകളെ, സാധാരണ ന്യൂനപക്ഷങ്ങളെ സംഘടിതമായി ആക്രമിക്കുന്നു, ന്യൂനപക്ഷ കേന്ദ്രങ്ങളെ ആക്രമിക്കുന്നു, ആരാധന കേന്ദ്രങ്ങളെ ആക്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് വലിയ ഗുരുതരമായ തെറ്റാണ്. ഒരു നിന്ദയും കൂടെ ഉണ്ട് ഇന്നത്തെ ദിവസം ആലോചിക്കുമ്പോൾ. ഒരു എന്താ പറയുക, നമ്മളോട് ചെയ്യുന്നൊരു ചതിയും കൂടെ ഉണ്ട്, അല്ലെങ്കിൽ ഒരു വഞ്ചനയുണ്ട്. ഈ നമ്മളുടെയും കൂടി സഹായത്താൽ, ഭാരതത്തിൻ്റെ കൂടെ സഹായത്താൽ മോചനം നേടിയ രാഷ്ട്രം തീർച്ചയായിട്ടും സൗഹൃദമായി തുടരുകയല്ലേ വേണ്ടത്. ഭാരതമായി നല്ല സൗഹൃദത്തിൽ പോകേണ്ട രാജ്യമാണ്. പക്ഷേ ഇപ്പോൾ അവർ കാണിക്കുന്നത് അവിടുത്തെ ന്യൂനപക്ഷങ്ങളെ, പ്രത്യേകിച്ച് ഹിന്ദു സമൂഹത്തെ വളരെ വ്യാപകമായി വേട്ടയാടുകയാണ്. അപ്പോൾ അത് കൊല്ലുന്നതും നശിപ്പിക്കുന്നതൊക്കെ നമ്മൾ കാണുകയാണ്. വളരെ വളരെ മോശമായിട്ടാണ് ആ സംഘടിതമായ ചേരികൾ, സാധാരണ ആളുകൾ താമസിക്കുന്ന സ്ഥലങ്ങൾ, അവർക്ക് തിരിച്ചടിക്കാനോ ഓടി രക്ഷപ്പെടാനോ ഒന്നും ഒരു സംവിധാനമില്ല. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി വളരെ വ്യാപകമായി, അത് യുവാക്കളാണ് കൂടുതലും ചെയ്യുന്നത്, ചെറുപ്പക്കാരാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഇങ്ങനെ ഇടയ്ക്ക് ഡ്രോൺ ഉൾപ്പെടെയുള്ള അതിർത്തിയിൽ വിന്യസിക്കുന്ന കാഴ്ചയെല്ലാം അതും കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഇടയിൽ ചൈനയ്ക്ക് പറ്റുമെന്നുള്ള രീതിയിൽ ചൈനയും കൂടി തന്നെ ഒരു യുദ്ധമാക്കിയൊക്കെ മാറ്റിയെടുക്കാൻ പറ്റുമെന്നുള്ള രീതിയിൽ അവരുടേതായ സന്നാഹങ്ങൾ അവർ ചിന്തിക്കുന്നുണ്ട്. ആ ഒരു ചിന്തയും കയറി വരുന്നുണ്ട്. ഇപ്പോൾ ചൈനയ്ക്കൊരു യുദ്ധഭൂമി, അല്ലെങ്കിൽ ഇന്ത്യയെ നേരിട്ട് ആക്രമിക്കാൻ പറ്റിയില്ലെങ്കിൽ ബംഗ്ലാദേശിനെ നിർത്തിക്കൊണ്ട് ഒരു ആക്രമണമൊക്കെ ചെയ്യാൻ പറ്റുമോ, ഒരു യുദ്ധത്തിലേക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റുമോ, ഒരു സംഘർഷ ഭൂമിയാക്കി മാറ്റിയെടുക്കാൻ പറ്റുമോ, അതിലൂടെ ഇന്ത്യയുടെ വ്യാപാര സാധ്യതകൾ ഇല്ലാതാക്കുക, ഇന്ത്യയുടെ ആഗോളതലത്തിൽ ഇന്ത്യക്ക് കിട്ടുന്ന, ഇന്ത്യ യുദ്ധം ചെയ്യുന്നവരാണെന്നും ഇന്ത്യയുടെ പണം അത്രയും യുദ്ധകാര്യങ്ങൾക്ക് പോവുക, ഒരു സംഘർഷം ആഭ്യന്തരമായിട്ടുണ്ടാവുക, ഈ ചിന്തയും ആരെയിൽ കിടപ്പുണ്ട്? ചൈനയിലേക്ക് കിടപ്പുണ്ട്. കാരണം അവരുടെ ചൈനയുടെയൊക്കെ ഏറ്റവും വലിയ വ്യാപാര കേന്ദ്രമാണ് ഇന്ത്യ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോളൂ, ഇന്ത്യ ലോകത്ത് 800 കോടി ജനങ്ങളേ ഉള്ളൂ. അതിൽ 140 കോടിയും കിടക്കുന്ന എവിടെയാണ്? ഇന്ത്യയാണ്. ഇന്ത്യ ഒരു കാര്യം, ഒരു തീരുമാനം എടുക്കണം വിചാരിച്ചുള്ളൂ, ഞങ്ങൾ ചൈനീസ് ഉൽപ്പന്നങ്ങളോ മറ്റു രാജ്യങ്ങളിലെ ഉൽപ്പന്നങ്ങളോ ഒന്നും ഞങ്ങൾ അങ്ങനെ ഉപയോഗിക്കുന്നില്ല, ഞങ്ങളെ രാജ്യത്തുള്ളത് ഉപയോഗിക്കുന്ന ഒരു തീരുമാനം എടുത്തു പോയാൽ ലോകരാജ്യങ്ങൾ കൊഴിഞ്ഞു പോകും. അതിൽ 140 കോടി എന്ന് പറയുന്നത് അവരുടെ വ്യാപാര കമ്പോളമാണ്. അവരുടെ വലിയ പിന്നെ ഫാക്ടറികൾ ഉൽപ്പാദിപ്പിക്കുന്ന ചെറിയ വിലയ്ക്ക് ഇവിടെ കൊണ്ടുവന്ന് ടോയ്സ് ഉൾപ്പെടെയുള്ള എല്ലാ സാധനങ്ങളും വലിയ കമ്പനിയാണ് ഇവിടെ. തീപ്പെട്ടി മുതൽ അവരിവിടെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ പിന്നെ എന്താ പറയുക, പിന്നെ പടക്കം വരെയുണ്ട്, ചൈനീസ് പടക്കമൊക്കെ ഉണ്ട് ഇവിടെ മാർക്കറ്റിൽ. അപ്പോൾ അത്രയും കൊണ്ടുവന്ന് ഇന്ത്യയെ മാർക്കറ്റായി കാണുകയാണ്. ആ ഇന്ത്യയിലാണ്, ഇന്ത്യയെ വളർന്നു വരാതിരിക്കാൻ തളർത്താനുള്ള എല്ലാ ശ്രമങ്ങളും ചൈന ചെയ്യും, അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾ ചെയ്യും. അതിന് ബംഗ്ലാദേശ് കൂട്ടു നിൽക്കാൻ പാടില്ല. അപ്പോൾ ആഗോളതലത്തിലുള്ള ശക്തികൾക്കും നമ്മെ അടിക്കാൻ ബംഗ്ലാദേശ് കൂട്ടു നിൽക്കാൻ പാടില്ല. അതിനേക്കാൾ പ്രധാനമാണ് അവിടുത്തെ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുക. ഏതൊരു സമൂഹവും ന്യൂനപക്ഷത്തെ കൂടെ സംരക്ഷിക്കുമ്പോഴല്ലേ അതിനൊരു സൗന്ദര്യം ഉണ്ടാവുക. പക്ഷേ ഇത് നിർഭാഗ്യവശാൽ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്നില്ല എന്ന് മാത്രമല്ല, അവരെ വല്ലാതെ ഉപദ്രവിക്കുന്നു, അവരെ കൊല്ലുന്നു, ഉന്മൂലനം ചെയ്യുന്നു, മതം മാറാൻ പ്രേരിപ്പിക്കുന്നു. അത് എത്ര കണ്ട് ശരിയാവും നമുക്കറിയില്ല, എന്താണ് സംഭവിക്കുന്നത്. ഈ ദിവസത്തിൽ ചർച്ച ചെയ്യുമ്പോൾ ഒരു വൈകാരികത കൂടെ ഉണ്ട്. ഇന്ന് ഈ ഡിസംബർ 16 ചർച്ച ചെയ്യുമ്പോൾ, അതോടൊപ്പം തന്നെ മുൻകാലങ്ങളിൽ പാകിസ്ഥാൻ വലിയ സ്വാധീനം ബംഗ്ലാദേശിലില്ല. ഇപ്പോൾ ഓരോ ദിവസം ചെല്ലുന്തോറും അവർക്ക് സ്വാധീനം ഇസ്ലാമിയിലൂടെ അതിപ്പോ അതാ ഞാൻ പറഞ്ഞു, ഒരു ഇസ്ലാം കോർഡിനേഷൻ എന്നുള്ള നിലയിൽ പാകിസ്ഥാനും ബംഗ്ലാദേശും തമ്മിൽ വേറൊരു കോർഡിനേഷനിലും പോയി ചിന്തിക്കുന്നുണ്ട്. പക്ഷെ അത് ബംഗ്ലാദേശിന് നഷ്ടമായിരിക്കും വരുന്നത്. ബംഗ്ലാദേശ് അങ്ങനെ ചിന്തിച്ച് പോകുന്നതിനകത്ത് പാകിസ്ഥാൻ വേറെ രൂപത്തിലേക്ക് വരും. ഇതിപ്പോൾ അവരിപ്പോൾ താൽക്കാലിക സ്നേഹമായിരിക്കും, ആ സ്നേഹം പിന്നെ ഇല്ലാതാവും. ബംഗ്ലാദേശ് അത് മനസ്സിലാക്കണം. ബംഗ്ലാദേശ് ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇതെല്ലാം പറയുമ്പോഴും സഹിഷ്ണുതയുള്ള രാജ്യമാണ്. ഇന്ത്യ ആരെയും കയറി ആക്രമിച്ചിട്ട് ലോകത്തോടൊപ്പം പോയി ആക്രമിക്കുന്ന രാജ്യമല്ല ഇന്ത്യ. വലിയ സഹിഷ്ണുതയുള്ള രാജ്യമാണ്. അപ്പോൾ ആ രാജ്യത്തെ വിട്ടിട്ട് കുറച്ച് സംഘർഷമുള്ള രാജ്യത്തോട് പോയി മതവും പറഞ്ഞ് പോകുന്നതിനകത്ത് ബംഗ്ലാദേശിന് നഷ്ടം വരികയുള്ളൂ. ഭാവിയിൽ ഫ്യൂച്ചറിൽ അവർക്ക് നഷ്ടം വരികയുള്ളൂ. അതൊക്കെ മനസ്സിലാക്കാൻ കഴിയാത്ത ഒരാളാണല്ലോ നോബൽ സമ്മാനം കിട്ടിയ അവിടുത്തെ ഒരു താൽക്കാലിക പ്രസിഡന്റ് എന്ന് മനസ്സിലാക്കുമ്പോൾ സങ്കടമുണ്ട്. പക്ഷേ എന്തായാലും ഇന്നത്തെ ദിവസത്തെ സംബന്ധിച്ചിടത്തോളം വിജയ ദിവസം നമ്മൾ ആഘോഷിക്കുമ്പോൾ അപ്പുറത്ത് ന്യൂനപക്ഷങ്ങളെ എന്ത് ചെയ്യുന്നു, അവർ വല്ലാതെ ഉപദ്രവിക്കുകയാണ്. അത് ഒരു ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. നമ്മളും ചർച്ച ചെയ്യേണ്ടതാണ്. അന്താരാഷ്ട്ര തലത്തിലത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. വളരെ അടിയന്തരമായി ഇന്ത്യ ഗവൺമെൻറ് ഇടപെടേണ്ട ഒരു വിഷയമാണ്. അവിടുത്തെ ന്യൂനപക്ഷങ്ങളെ അവസാനത്തെ ഒരാളെങ്കിൽ ഒരാളെ അത് രക്ഷിച്ചു, ആരും മരിച്ചു പോയി, ഇനി ഒരാൾ പോലും മരിച്ചു പോകാത്ത രീതിയിലേക്കുള്ള, അല്ലെങ്കിൽ
പീഡനത്തിനിരയാകാത്ത അല്ലെങ്കിൽ ഉപദ്രവങ്ങൾക്കിടയാകാത്ത രീതിയിൽ. കാര്യം ഇനി ഞാൻ വേറെ കാര്യം ആലോചിക്കട്ടെ, ഈ ഭരണകൂടം കൂടി അതിന് സപ്പോർട്ട് ചെയ്യുമ്പോൾ അവിടെ അടിയും തല്ലുമൊക്കെ കിട്ടുന്ന ആളുകൾക്ക് വല്ല ശുശ്രൂഷ കിട്ടുമോ? മരിച്ചു പോകുന്നവർ മരിച്ചു ഓൺ ദ സ്പോട്ട്, അല്ലാത്തവർ ജീവിച്ചിരിക്കുന്നവർക്ക് ശുശ്രൂഷ വല്ലതും ഉണ്ട്? അവിടുത്തെ ഹോസ്പിറ്റലിൽ ഇവർ ചികിത്സിക്കുമോ? ആരാ ചികിത്സിക്കുക അവരെ? അപ്പോൾ ചികിത്സ കൈ നഷ്ടപ്പെട്ടവരാണ്, കാല് നഷ്ടപ്പെട്ടവർ കാണും. കൊടും ക്രൂരതയാണ് ആ രാജ്യത്ത് നടക്കുന്നത്. അത് ഇന്നത്തെ ദിവസം ചിന്തിക്കുമ്പോൾ അതിൻ്റെ ഒരു വൈകാരികത കൂടും. ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല, അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല. ബംഗ്ലാദേശ് പുനർവിചിന്തനം നടത്തേണ്ട സമയമായി. ന്യൂനപക്ഷങ്ങളെ എങ്ങനെ സമ്പൂർണ്ണമായി നിഷ്കാസനം ചെയ്തുകൊണ്ട് ഒരു രാജ്യത്തിന് മുമ്പോട്ട് പോകാൻ പറ്റില്ല. എല്ലാ രാജ്യത്തും കുറച്ച് ന്യൂനപക്ഷ ആളുകൾ കാണും, ആ രാജ്യത്തിൻ്റെ ഭൂരിപക്ഷം അല്ലാത്ത ന്യൂനപക്ഷ ആളുകൾ കാണും. അപ്പോൾ അത് ഗൗരവമായി ആലോചിക്കുക, അതാണ്. അല്ലെങ്കിൽ അതിന് നടപടികൾ ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനം.